അനിശ്ചിതത്വമുണ്ടായെങ്കിലും ഒടുവിൽ പുലികളിക്ക് അനുമതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലും സന്തോഷത്തിലുമാണ് തൃശ്ശൂർക്കാർ. പതിവ് പോലെ ഈ ഓണക്കാലത്തും തൃശ്ശൂർ നഗരത്തിൽ പുലികളിറങ്ങും. പുലികളിക്ക് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ സാമ്പത്തിക സഹായം ലഭിക്കണമെന്ന അഭ്യർത്ഥന കൂടിയുണ്ട് പുലികളി സംഘങ്ങൾക്ക്. തൃശ്ശൂരിൽ നിന്ന് അല്ലമീൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തൃശ്ശൂർ ആണ് ഞാനുള്ളത്, പൂങ്കുന്നത്താണ്. നമുക്കറിയാം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരുകാർക്ക് ആനയും പൂരവും ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ഓണക്കാലത്തെ പുലിക്കളിയാണ്. 4-ാം ഓണത്തിന് നഗരത്തിലിറങ്ങി ആളുകൾക്ക് മുഴുവൻ ആവേശം പകരുന്ന പുലികളുടെ കൂട്ടത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പൂങ്കുന്നത്താണ്. ഇവിടെ സീതാറാം വിൽദേശം എന്ന് പറയുന്ന പുലിക്കളി കൂട്ടത്തോടൊപ്പമാണ് ഇവിടെ ഉള്ളത്. നമുക്കറിയാം നേരത്തെ ഒരു ആശങ്കയുണ്ടായിരുന്നു, ഈ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. അവർ ഏതാനും പുലിക്കളിക്ക് തയ്യാറെടുത്ത് വന്നിരിക്കുന്നു. ഈ ഓണത്തിന് 4-ാം ഓണത്തിന് തൃശ്ശൂർ നഗരം അവിടെ പുലികൾ ഇറങ്ങുമെന്നുള്ള കാര്യം ഉറപ്പായി. അതിൽ അതിൻ്റെ സംഘാടകരുണ്ട്, കളിക്കാരുണ്ട്, കൗൺസിലറുണ്ട്. അവരുടെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഒരു ആശങ്ക ആദ്യഘട്ടത്തിലുണ്ടായിരുന്നു. അന്നേരം എന്താ തോന്നിയത്? ഒരു വിഷമം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും. കാരണം ഈ പുലിക്കളിയെ സംബന്ധിച്ച് നമുക്ക് നീണ്ടൊരു പ്രയത്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാസങ്ങൾക്ക് മുന്നേ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു ആശങ്ക വന്നത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ വിഷമമുണ്ടായ ഒരു സംഭവമാണ്. പക്ഷെ അതിനൊരു പരിഹാരമായി. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഈ പുലിക്കളി എന്ന് പറയുന്നത് ഒരു ദേശത്തിൻ്റെ ആവേശമാണ്. നമ്മുടെ പോലെ കളിക്കാരൻ കൂടി ചേരുന്നുണ്ട്. ചേട്ടൻ എത്ര വർഷമായിട്ട് കളിക്കുന്നു? 26 വർഷമായി പുലികളി കളിക്കുന്ന, പുലിവേഷം കിട്ടുന്ന ആളാണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ? എത്ര നാൾ മുമ്പ് ഈ ഒരുക്കങ്ങൾ തുടങ്ങും? മാസങ്ങളോട് തുടങ്ങി ഈ ഒരുക്കങ്ങളൊക്കെ. പിന്നെ നമ്മൾ 1987 നമ്മുടെ ദേശത്ത് ആദ്യമായിട്ട് പുലിക്കളി ഇറങ്ങിയിട്ടുള്ളത്. അത് സാമ്പത്തിക സമയത്ത് ഞാൻ നിർത്തി 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും തുടങ്ങി. അങ്ങനെയാണ് 16 ടീമുകളുണ്ടായിരുന്നു നമ്മളവിടെ. നമ്മളിപ്പോൾ കുറഞ്ഞു ടീമുകളൊക്കെ. അപ്പോൾ പല ദേശത്തിനൊക്കെ നമ്മളില്ലാത്ത സമയത്ത് പല ദേശത്ത് പോയി കളിക്കും. ഇപ്പോൾ നമ്മുടെ ദേശത്തിൻ്റെ കൂടെ തന്നെ വീണ്ടും കളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കണം. ഇപ്പോഴും കളിക്കുന്നുണ്ടോ? ഇന്ന് ഈ കൊല്ലമല്ലോ, കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, ഈ കൊല്ലം ഉണ്ടാവും. നമ്മൾ പുലികളെ കാണുമ്പോഴേ കുടവേറൊക്കെ കാണാറുണ്ട്. ഒതുങ്ങിയിരിക്കുകയാണല്ലോ. വയറ് കുറഞ്ഞു, പനി വെട്ടുണ്ടായിരുന്നു. പനി പിടിച്ച് വയറ് കുറഞ്ഞു. അപ്പോൾ വയറില്ലാത്ത പുലിയായിരിക്കും തോന്നി ഇറങ്ങുക. വയറുകളുണ്ട് ഞങ്ങളിൽ, ഇഷ്ടമുള്ള ടീമുണ്ട്. ഇപ്പോൾ ഒരു പുലിക്കുട്ടി കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട്. മോനെ, പുലിക്കുട്ടിയാണോ കുട്ടിപ്പുലിയാണോ? പുലിക്കുട്ടിയാണോ കുട്ടിപ്പുലിയാണോ? കുട്ടിപ്പുലി. കളി കാണാറുണ്ടോ സാധാരണ? ഏതായാലും ഇതുപോലെ പുലിക്കളിക്ക് തയ്യാറെടുത്തിരിക്കുകയാണ് തൃശ്ശൂര്. 4-ാം ഓണത്തിന് തൃശ്ശൂര് പുലികൾ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. ഓണം ആഘോഷത്തിന് തിമർപ്പിന് ഒരു കുറവും ഉണ്ടായിരിക്കില്ല. തൃശ്ശൂരിലേതായിരുന്നാലും പുലികൾ ഇറങ്ങാത്തത് കൊണ്ട് ഇത്തവണ ഓണാഘോഷത്തിന് നിറം കെടില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓരോ ദേശക്കാരും അങ്ങനെ തയ്യാറെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഈ ഓണത്തിനും കളർഫുൾ ആകുന്നതിന് തൃശ്ശൂരിൽ പുലികൾ ഇറങ്ങുമെന്നുള്ളത് ഒരു അനിശ്ചിതത്വം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ അനിശ്ചിതത്വം മാറിയിരിക്കുന്നു. എല്ലാവരും തയ്യാറായിരിക്കുന്നു.